ഹലോ ഡിയർ ഫ്രണ്ട്സ്, വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 26/5/2019 നടന്ന ഒരു ഫയർമാൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് എങ്ങനെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, എന്തൊക്കെയാണ് റൂൾസ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം, ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് വായിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ സ്റ്റാഫ് നഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ലായിരുന്നു. അപ്പം ISROയുടെ ബാംഗ്ലൂർ യൂണിറ്റിലെ, അതായത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ പോലെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബാംഗ്ലൂർ, ഇത് സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്. നേഴ്സ് B ക്വസ്റ്റ്യൻ പേപ്പർ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫയർമാന്റെ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ് നോക്കാം എന്തൊക്കെയാണെന്ന്. 26/5/2019 നടന്ന ക്വസ്റ്റ്യൻ എക്സാം ആണ്. അപ്പോൾ ടൈം 2 മണിക്കൂറാണ്. ഇവിടെ നിങ്ങൾ റോൾ നമ്പർ എഴുതണം, അവിടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. മാക്സിമം മാർക്ക് 320 ആണ്. അതായത് 80 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 80 × 4 320. അങ്ങനെ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. ശരിയായാൽ, തെറ്റായാൽ 1 മാർക്ക് മൈനസ് ആകുകയും ചെയ്യും. അതായത് നിങ്ങൾ 10 ക്വസ്റ്റ്യൻ എഴുതി 5 എണ്ണം തെറ്റിച്ചു കഴിഞ്ഞാൽ, അപ്പം ആ ഒരു 5 × 4 20 നിന്ന് തെറ്റിയ മൈനസ് മാർക്ക് 5 മാർക്ക് കൂടെ കുറഞ്ഞ് 15 മാർക്ക് കിട്ടുള്ളൂ. അതായത് 10 എണ്ണം ആൻസർ ചെയ്ത് 5 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ 15 മാർക്കേ കിട്ടുള്ളൂ. ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. You have been called for the written test based on the online data furnished by you in the web application. If you have wrongly entered in the web any information or you do not possess the required qualification as per our advertisement, your candidature will be rejected. അപ്പോൾ നിങ്ങൾ വളരെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ടാണ് എക്സാമിന് അയക്കേണ്ടത്. എക്സാം ഓൾറെഡി നമ്മൾ അയച്ചു കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ അയച്ചു എന്ന് വിശ്വസിക്കുന്നു. ദ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് പോലെ ആയിരിക്കും. 80 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഡ്യൂറേഷൻ 2 hours ആണ്. അതായത് 120 മിനിറ്റ് ആണ്. ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ഇൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 4 മാർക്സ്. അതുപോലെ 1 മാർക്ക് നെഗറ്റീവ് മാർക്കും ഉണ്ടാവും. നെഗറ്റീവ് മാർക്ക് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എ സെപ്പറേറ്റ് OMR ആൻസർ ഷീറ്റ് വിത്ത് കാർബൺ കോട്ടഡ് കോപ്പി വിൽ ബി പ്രൊവൈഡഡ് ടു മാർക്ക് ദ ആൻസർ ഓപ്ഷൻ. അപ്പോൾ ഒരു OMR ഷീറ്റും ഒരു കാർബൺ കോപ്പി ഉണ്ടാവും. കാർബൺ കോപ്പി എനിക്ക് തോന്നുന്നു നിങ്ങൾ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ആ കാർബൺ കോപ്പിയും അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും നമ്മുടെ കയ്യിൽ കിട്ടും. ആൻസർ ഷീറ്റാണ് അവരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത്. ബാക്കി നമ്മുടെ കയ്യിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യു ഹാവ് ടു സെലക്ട് ദ റൈറ്റ് ആൻസർ ബൈ മാർക്കിംഗ് ദ കറസ്പോണ്ടിങ് ഓവൽ. അതായത് നമ്മളെ ബബിൾ ചെയ്യുന്ന അതേ രീതി, PSCയുടെ അതേ രീതി, OMR ആൻസർ ഷീറ്റ് ബൈ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ. അപ്പോൾ നമുക്ക് PSCയുടെ അതേ രീതിയിൽ ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ ഉപയോഗിക്കാം. മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഫോർ എ ക്വസ്റ്റ്യൻ വിൽ ബി റിഗാർഡഡ് ആസ് റോങ് ആൻസർ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. Question booklet code printed on the top right corner should be written in the OMR answer sheet in the space provided. OMR answer sheet question booklet code നിങ്ങൾ എഴുതണം. Enter your name and roll number correctly in the question booklet. All entries in the OMR answer sheet should be with blue or black ball point pen only. നേരത്തെ പറഞ്ഞതുപോലെ you should sign the hall ticket only in the presence of invigilator examination hall. Computers, calculators, mobile phones and other electronic gadgets, textbooks, notes, etc. will not be allowed inside the written test hall. On completion of the test, tear the OMR answer sheet along the perforation mark at the top and hand over the original OMR answer sheet to the invigilator and retain the duplicate copy with you. നമ്മുടെ PSC അതേ രീതിയിൽ ഒരു പാടുണ്ടാവും. ആ പാട് നിങ്ങൾ കട്ട് ചെയ്ത് OMR ഷീറ്റ് ഇൻവിജിലേറ്ററെ ഏൽപ്പിക്കുക. അതുപോലെ ദ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ക്യാൻ ബി റിട്ടൈൻ ബൈ ദ കാൻഡിഡേറ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്, അതായത് ആ ഒരു ചോദ്യ പേപ്പർ നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം. are not permitted to leave the examination hall during the first hour of the examination. First hour of the examination hall ആദ്യത്തെ 1 മണിക്കൂറിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കാൻഡിഡേറ്റ്സിനെ പുറത്തു വിടുകയുള്ളൂ. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ആണ് തുടങ്ങുന്നത്. ഫയർമാൻ എക്സാമിൻ്റെ ആണ്. അപ്പം ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നേഴ്സസിൻ്റെ കണ്ടത്. നിങ്ങൾക്ക് നേഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനും കേരള PSC DME എക്സാമിനും പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്തായാലും നമുക്ക് കഴിയുന്ന രീതിയിലുള്ള റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റിസർച്ച് അതുപോലെ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇത് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നഴ്സിംഗ് ട്യൂട്ടറുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടാതെ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എന്ന് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകാം. നമ്മുടെ നേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ISRI ബാംഗ്ലൂർ. ക്വസ്റ്റ്യൻസ് സാധാരണ ഹിന്ദിയിലും ഇംഗ്ലീഷിലൂടെയാണ് ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നേഴ്സ് ബി ISRO ബാംഗ്ലൂർ 2016 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. തയാമിൻ തെറാപ്പി ഇൻ ആൽക്കഹോളിക് പേഷ്യൻറ്റ് ഈസ് ടു പ്രിവെൻറ്റ്. കറക്റ്റ് ആൻസർ വെർണിക് കൊർസാക്കോസ് സിൻഡ്രം ആണ്. അപ്പോൾ തയാമിൻ തെറാപ്പി അല്ലെങ്കിൽ വിറ്റാമിൻ B1 തെറാപ്പി ആൽക്കഹോളിക് പേഷ്യൻറ്റിന് ടു പ്രിവെൻറ്റ് വെർണിക് കൊർസാക്കോസ് സിൻഡ്രം. ഇപ്പോൾ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്ക് തയാമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ വെർണിക് കൊർസാക്കോസ് സിൻഡ്രം ഉണ്ട്. വെർണിക് ഡിസീസ് അതുപോലെ കൊർസാക്കോസ് സിൻഡ്രം അങ്ങനെ രണ്ടായിട്ടാണിത്. വെർണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ അക്യൂട്ട് റിവേഴ്സിബിൾ സ്റ്റേജ് ആണ്. കൊർസാക്കോസ് സിൻഡ്രം എന്ന് പറയുമ്പോൾ ക്രോണിക് ആണ്, റിവേഴ്സിബിൾ സ്റ്റേജ് ആണ്, ബ്രെയിൻ ഡിസോർഡർ ആണ്. ദർ വിൽ ബി ഗേറ്റ് പ്രോബ്ലം ഉണ്ടാവും, ട്രെമർ ഉണ്ടാവും. അതുപോലെ സ്ലോലി പേഷ്യൻ്റ് ഒരു കൊർസാക്കോസ് സിൻഡ്രത്തിലേക്ക് പോകുമ്പോൾ കൊമറ്റോ സ്റ്റേജിലേക്ക് പോയി ഡെത്ത് ആകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ക്രോണിക് ഡിസീസ് ആയിട്ടാണ് കാണപ്പെടുന്നത് കൊർസാക്കോസ് സിൻഡ്രം. സോ തയാമിൻ തെറാപ്പി ഇൻ ആൽക്കഹോളിക് പേഷ്യൻ്റ് ഈസ് ടു പ്രിവെന്റ് വെർണിക് കൊർസാക്കോസ് സിൻഡ്രം. ഹണ്ടിങ്ടൺ ഡിസീസ് ഓൾസോ എ ബ്രെയിൻ ഡിസോർഡർ. പ്രോഗ്രസീവ് ബ്രെയിൻ ഡിസോർഡർ ആണ് ഹണ്ടിങ്ടൺ ഡിസീസ്. മൂവ്മെന്റ് പ്രോബ്ലം ഒക്കെ അതുപോലെ സൈക്കാട്രിക് ഇൽനെസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഹണ്ടിങ്ടൺ ഡിസീസ്. ഒരു ക്രോണിക് പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ചിലപ്പോൾ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ആൽക്കഹോളിക് ഡെമൻഷ്യയും നമുക്ക് വല്ലാണ്ട് ആൽക്കഹോളിസം ഉള്ള ആളുകളുടെ ഡെമൻഷ്യ കാണപ്പെടുന്നു. അത് ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് എഫക്റ്റീവ് നേഴ്സിംഗ് ആക്ഷൻ ടു ചേഞ്ച് ചൈൽഡ്സ് ബിഹേവിയർ ഇൻ എ ചൈൽഡ് വിത്ത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഈസ്. മോസ്റ്റ് എഫക്റ്റീവ് നേഴ്സിംഗ് ആക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികളോടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള നേഴ്സിംഗ് ആക്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. റിവാർഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ എന്നാണ്. ഇപ്പൊ നമ്മൾ ADHD ഉള്ള കുട്ടികളിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഹൈപ്പർ ആക്റ്റീവ് ഉള്ള കുട്ടികളായിരിക്കും. അതുപോലെ ഇമ്പൾസീവ് ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും. അതുപോലെ ഫോക്കസ് വളരെ കുറവായിരിക്കും. ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല കുട്ടികളിൽ ഉള്ളതാണ്. നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ റിവാർഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, ഏതെങ്കിലും തരത്തിലുള്ള അപ്രോപ്രിയേറ്റ് ബിഹേവിയർ വന്നു കഴിഞ്ഞാൽ കുട്ടിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, റിവാർഡ് ചെയ്യുക. സെഡേറ്റ് ചൈൽഡ് ഫോർ ഹൈപ്പർ ആക്ടിവിറ്റി, യൂസ് ഓഫ് സെക്ലൂഷൻസ്, റിസ്ട്രെയിൻസ്, അഗ്രസീവ് പണിഷ്മെന്റ് ഒന്നും നല്ല കാര്യങ്ങളല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയുന്നതാണിത്. കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേഴ്സിംഗ് ട്യൂട്ടറിനും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ ഓഫ് വേരിയബിലിറ്റി. ഇതിൽ ഒന്ന് മെഷർ ഓഫ് വേരിയബിലിറ്റി അല്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഞാൻ ഒരു ക്ലാസ് എടുത്തതാണ് റിസർച്ച് പഠിച്ച സമയത്ത്. മീൻ മീഡിയം മോഡ് എന്നുള്ളത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെന്ന് ചോദിച്ചാൽ മീൻ മീഡിയം മോഡാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ ഓഫ് വേരിയബിലിറ്റി. ഇതിൽ മെഷർ ഓഫ് വേരിയബിലിറ്റി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ മീഡിയൻ ആണ്. മീഡിയൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നതാണ് മീൻ മീഡിയം മോഡ്. ഇപ്പോൾ വേരിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്, ഇതൊക്കെ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി വരുന്നതാണ്. ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോളൂ. വേരിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്, ഇതൊക്കെ മെഷർ ഓഫ് വേരിയബിലിറ്റി വരുന്നതാണ്. മെഷർ ഓഫ് വേരിയബിലിറ്റി എന്ന് പറയുമ്പം ഒരു വല്ലാണ്ട് വേരിയബിലിറ്റി എന്നുള്ള പേര് തന്നെ ഉണ്ട്. ഒരു ഡാറ്റ, സെറ്റ് ഓഫ് ഡാറ്റ സ്പ്രെഡായിട്ട് പോവുക. അത് ഇപ്പം ഒരു മീൻ ഉണ്ട്, ഒരു മിഡിൽ വാല്യൂ ഉണ്ട്. ഒരു 5 മിഡിൽ വാല്യൂ എന്നെങ്കിൽ 1, 10, 12 അങ്ങനെ കൂടുതൽ ആ ഒരു മിഡിൽ വാല്യൂ ഉള്ള അകന്നുള്ള നമ്പറുകൾ കൂടുതൽ ഉണ്ടാകുന്നു. സോ അതാണ് വേരിയബിലിറ്റി ഉദ്ദേശിക്കുന്നത്. ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ എടുത്തു തരാം. അപ്പൊ ഇവിടെ നോട്ട് എ മെഷർ ഓഫ് വേരിയബിലിറ്റി എന്നുള്ളത് മീഡിയൻ ആണ്. മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റിയിൽ വരുന്നതാണ് വേരിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് ഹൈ ക്വാളിറ്റി കെയർ ബീയിങ് മെയിൻറ്റെയിൻഡ്. കറക്റ്റ് ആൻസർ ക്വാളിറ്റി അഷുറൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നേഴ്സിംഗ് ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് ഫാൾ, അതുപോലെ ബെഡ് സോർ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഫാള് പ്രിവെന്റ് ചെയ്യാനുള്ള ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ ഓരോ നേഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്.
ഓഡിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ ഒഫീഷ്യൽ കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ദ നേഴ്സിംഗ് റെക്കോർഡ്സ് ആൻഡ് പേഷ്യൻ്റ് റെക്കോർഡ്സ്. നമുക്കറിയാം അല്ലെ, ഓഡിറ്റിന് വരും. ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ്, നമ്മളെ റെക്കോർഡ്സിൽ നിന്നും പേഷ്യൻ്റെ റെക്കോർഡ്സിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ്. അതത്രേ ഉള്ളൂ ഓഡിറ്റ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ്. കറക്റ്റ് ആൻസർ ക്വാളിറ്റി അഷുറൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കറക്റ്റ് ആൻസർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ വാല്യൂ, ഒരു ആവറേജ് വാല്യൂവിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഡീവിയേറ്റ് പോകാതെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡീവിയേഷൻ ഉണ്ട്. SD എന്നാണ് സാധാരണ പറയാറുള്ളത്. ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ, വേരിയൻസ് ഒക്കെ ഞാൻ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിശദീകരിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്കിംഗ് ദ എക്യുപ്മെന്റ് ആൻഡ് സപ്ലൈസ് പീരിയോഡിക്കലി ഈസ് നോൺ ആസ്. കറക്റ്റ് ആൻസർ ഇൻവെന്ററി. നമുക്കറിയാം, നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത്, ICUലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് ദർ ആർ മെനി ടൈപ്സ് ഓഫ് ഇൻവെന്ററി ചെക്കിംഗ്. സോ ചെക്കിംഗ് എവറി ഡേ, ഓരോ ഷിഫ്റ്റിലും ഇൻവെന്ററി ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് ദ എക്യുപ്മെന്റ് ആൻഡ് സപ്ലൈസ് പീരിയോഡിക്കലി ഈസ് നോൺ ആസ് ഇൻവെന്ററി. ഇൻഡന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ഓർഡർ ടു കളക്ട് മെഡിസിൻസ് ആൻഡ് അതർ എക്യുപ്മെൻറ്റ്സ് ഫോർ ദ ഹോസ്പിറ്റൽ യൂസ്. സപ്ലൈസ്, ഇപ്പം നമുക്ക് ആവശ്യമുള്ള IV ബോട്ടിൽസ്, മെഡിസിൻ, സിറിഞ്ചസ്, അങ്ങനെ ഒരു വാർഡിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്യുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. ഇപ്പം മാസത്തിലൊരിക്കലോ 2 മാസത്തിൽ കൂടുമ്പോഴൊക്കെ ഇൻറ്റൻറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേഴ്സ് പാച്ചസ് ആർ ഫൗണ്ട് ഇൻ. കറക്റ്റ് ആൻസർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇലിയം, ഡിയോഡിനം, ജെജിനം, ഇലിയം ഉണ്ട്. അപ്പൊ ഇലിയം ഏരിയയിൽ ഏറ്റവും താഴെയുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലോവസ്റ്റ് പാർട്ട് ആണ് ഇലിയം. ആ പാർട്ടിൽ ഉണ്ടാകുന്ന ആണ് പേഴ്സ് പാച്ചസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ലിംഫറ്റിക് ടിഷ്യൂസ് ഫൗണ്ട് ഇൻ ഇലിയൽ ഏരിയ. പാച്ചസ് പ്രൊട്ടക്ട് അവർ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ ആൻഡ് ഡിസ്ട്രോയ് പാത്തോജനിക് ഓർഗാനിസംസ്. നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ, നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുപോലെ പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുകയും ചെയ്യുന്നത് പേഴ്സ് പാച്ചസ് ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇലിയത്തിലാണ് കാണുന്നത്, മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സിക്ക ഡിസീസ്. കറക്റ്റ് ആൻസർ കോസ്ഡ് ബൈ ബാക്ടീരിയ ആൻഡ് സ്പ്രെഡ് ബൈ കണ്ടാമിനേഷൻ. ഇറ്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സിക്ക ഡിസീസ്. നിങ്ങൾക്കറിയാം, സ്പ്രെഡ് ചെയ്യുന്നത് അത് സാധാരണ പ്രഗ്നന്റ് ആയ ലേഡിക്ക് സിക്ക വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് മൈക്രോസെഫാലി ഉണ്ടാവും. അതായത് ആ ഒരു കുഞ്ഞിന്റെ ബ്രെയിന് ഡെവലപ്പ് ആകത്തില്ല. കാരണം ആ ഒരു അമ്മയ്ക്ക് സിക്ക വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പം ജനിക്കുന്ന കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്പ് ആകാതെ വരികയും സ്മോൾ ഹെഡ് സൈസ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതാണ് മൈക്രോസെഫാലി ന്യൂ ബോണിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ സിക്ക ഡിസീസ് മൈക്രോസെഫാലി ഉണ്ടാക്കും ന്യൂ ബോണിൽ. അതുപോലെ കോസ്ഡ് ബൈ എ വൈറസ്, ഈഡിസ് മസ്കിറ്റോസ് ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ്. സ്പ്രെഡ് സെക്ഷലി. ഇത് സെക്ഷലി സ്പ്രെഡ് ചെയ്യും. കാരണം ഈ വൈറസ് ഇൻഫെക്ഷൻ ഉള്ള ആളുടെ, പ്രത്യേകിച്ച് മെയിൽ പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സെമനിൽ ഈ വൈറസ് ധാരാളം ഉണ്ട്. നമ്മുടെ വിയർപ്പിലും ബ്ലഡിലും ഒക്കെ ഉള്ളതിൽ കൂടുതൽ സെമനിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് സെക്ഷലി സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഇതാണ് കറക്റ്റ് ആൻസർ. കോസ് ബാക്ടീരിയ എന്ന് പറയുന്നത് തെറ്റാണ്. മസ്കിറ്റോസ് ആർ ദ വെക്ടേഴ്സ്. മസ്കിറ്റോസ് ആണ് സിക്ക വൈറസ് ഉണ്ടാക്കുന്നത്. സിക്ക വൈറസിന്റെ ലക്ഷണങ്ങളാണ് ഫീവർ, മലേസ്, റാഷ് ഒക്കെ സിക്ക വൈറസിന്റെ സിംറ്റംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോഡി മാസ് ഇൻഡെക്സ് റേഞ്ച് ഫോർ ഓവർ വെയ്റ്റ്. ഓവർ വെയ്റ്റ് ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണ്? 25 to 29.9. 25 to 29.9 ആണ് ബോഡി മാസ് ഇൻഡെക്സിന്റെ ഓവർ വെയ്റ്റിന്റെ റേഞ്ച്. 25 to 29.9. 30 എബവ് എന്ന് പറയുമ്പോൾ ഒബേസ് ആണ്. 18.5ലേക്ക് താഴെ വരും. ലെസ് ദാൻ 18.5 മീൻസ് അണ്ടർ വെയ്റ്റ് ആണ്. ബിറ്റ്വീൻ 18.5 to 24.9 നോർമൽ ആണ്. അതുപോലെ 25 to 29.9 ഓവർ വെയ്റ്റ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലോറൻസ് നൈറ്റിംഗേൽ വാസ് ബോൺ ഇൻ വിച്ച് കൺട്രി? കറക്റ്റ് ആൻസർ ഇറ്റലിയാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ വാസ് ബോൺ ഇൻ ഇറ്റലി. ഇറ്റലിയിൽ 1820ലാണ് ബർത്ത് ഓഫ് നൈറ്റിംഗേൽ. 1820 May 12. May 12 നമുക്കറിയാം നേഴ്സസ് ഡേ ആണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ബർത്ത്ഡേ ആണ് നമ്മുടെ നേഴ്സസ് ഡേ. അപ്പം ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഡെത്ത് ആയത് 1910. 1910 ഫ്ലോറൻസ് നൈറ്റിംഗേൽ മരിച്ചത്.
ഇംഗ്ലണ്ടിലാണ്. ഷീ ഡൈഡ് ഇൻ ഇംഗ്ലണ്ട് 1910. Next question, in hospital waste management, which colored plastic bag is not used? Correct answer green ആണ്. ഇൻ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ഗ്രീൻ കളർ സാധാരണ നമ്മൾ ജനറൽ കിച്ചൺ വേസ്റ്റ്, അതുപോലെ പേപ്പർ, ടിഷ്യൂ ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ആൻസർ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ആണ്. പക്ഷെ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ ഗ്രീൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഹോസ്പിറ്റലിലെ കണ്ടാമിനേറ്റഡ് വേസ്റ്റ്, അതുപോലെ ഹോസ്പിറ്റൽ IV ഫ്ലൂയിഡ്, സിറിഞ്ച്, അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊന്നും ഉപയോഗിക്കാത്തത് ഏതെന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഗ്രീൻ ആണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ റെഡ് നമുക്കറിയാം ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക്സ് ഒക്കെ ഇടാൻ ഉപയോഗിക്കുന്നതാണ്. യെല്ലോ ഇൻഫെക്റ്റഡ് കോട്ടൺ മെറ്റീരിയൽസ്, ഓക്കെ. ബ്ലൂ ഗ്ലാസ് ബ്രോക്കൺ ഗ്ലാസ്, അതുപോലെ വയൽസ് തുടങ്ങിയവയൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എപ്പിത്തീലിയൽ ടിഷ്യൂ ദാറ്റ് ലൈൻസ് ദ യൂറിനറി ബ്ലാഡർ ഈസ്. കറക്റ്റ് ആൻസർ ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ട്രാൻസിഷണൽ എപ്പിത്തീലിയം ആണ്. സാധാരണ യൂറിനറി സിസ്റ്റം, യൂറിനറി ബ്ലാഡറിൽ കാണുന്ന ഏതാണ്? ട്രാൻസിഷണൽ എപ്പിത്തീലിയം ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ യൂറിനറി സിസ്റ്റത്തിൽ മൊത്തമായിട്ട് ട്രാൻസിഷണൽ എപ്പിത്തീലിയം ആണ്. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണ്. ഈ ഒരു ട്രാൻസിഷണൽ എപ്പിത്തീലിയത്തെ യൂറോത്തീലിയം എന്നും പറയാറുണ്ട്. യൂറോത്തീലിയം എന്നും ട്രാൻസിഷണൽ എപ്പിത്തീലിയത്തെ പറയാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഈസ്. Correct answer 125 ml per minute. Glomerular filtration is the process of our kidneys filtrate excess fluid and waste products from the blood to the urine. യൂറിനിലൂടെ പുറത്തേക്ക് വിടുന്നു വേസ്റ്റ് പ്രൊഡക്ട്സ്. അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഏകദേശം 125 ml per minute ആണ്. 90 to 120 നമുക്ക് നോർമൽ ആണെന്ന് പറയാം. ലെസ് ദാൻ 60 ml per minute ആകുമ്പോൾ കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് പറയാം. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് GFR 125 ml per minute നോർമൽ. 90 to 120 നമുക്ക് നോർമൽ ആണെന്ന് പറയാം. ലെസ് ദാൻ 60 there will be kidney disease. Next question, which of the following is both endocrine and exocrine gland? Correct answer pancreas. Pancreas gland എന്ന് പറയുന്നത് endocrine and exocrine gland ആണ്. Exocrine glandന്റെ ഫംഗ്ഷൻ, pancreas helps digestion, നമ്മളെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രിപ്സിൻ അല്ലെങ്കിൽ ട്രിപ്സിൻ എന്നുള്ളത് ഒരു എൻസൈം ഹെൽപ്സ് പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുന്ന ഏതാണ്? ട്രിപ്സിൻ, അതുപോലെ കൈമോട്രിപ്സിൻ. കാർബോഹൈഡ്രേറ്റ് ഡൈജഷന് സഹായിക്കുന്ന ഏതാണ്? അമിലേസ്. കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ അമിലേസ്. ആൻഡ് ഫാറ്റ് ഡൈജഷൻ ലിപ്പേസ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, പ്രോട്ടീൻ ഡൈജഷൻ, അമിലേസ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ, ആൻഡ് ലിപ്പേസ് ഫാറ്റ് ഡൈജഷൻ. അതുപോലെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നും പറയുന്നുണ്ട്. കാരണം ഇത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഗ്ലൂക്കോഗോൺ, അതുപോലെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പാങ്ക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്ലൂക്കഗോൺ, അതുപോലെ ഇൻസുലിൻ. അതുകൊണ്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നും പറയുന്നത്. അതുപോലെ പാങ്ക്രിയാസ്, അതുപോലെ ലിവറും എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. പാങ്ക്രിയാസിന്റെ കൂടാതെ ലിവറും എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റേജസ് ഓഫ് ദ സെൽ ഡ്യൂറിംഗ് മൈറ്റോസിസ് ഈസ്. കറക്റ്റ് ആൻസർ പ്രൊഫേസ്, മെറ്റാഫേസ്, അനഫേസ്, ടെലോഫേസ്. പ്രൊഫേസ്, പ്രൊമെറ്റാഫേസ്, മെറ്റാഫേസ്, അനഫേസ്, ടെലോഫേസ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. സെൽ മൈറ്റോസിസിന്റെ സ്റ്റേജ് എന്താണ്? പ്രൊഫേസ്, മെറ്റാഫേസ്, അനഫേസ്, ടെലോഫേസ്. അതാണ് കറക്റ്റ് ഓർഡർ. സെൽ മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഒരു സെല്ല് 2 ഡോട്ടർ സെല്ലായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് സെൽ മൈറ്റോസിസ്. അതിന്റെ സ്റ്റേജും ഒന്ന് പഠിച്ചു വെക്കണം. നമ്മളെ പഴയ സെൽസ് ഒക്കെ പോയിട്ട് പുതിയ സെൽസ് വരിക, സെൽ ഗ്രോത്ത് വരുന്ന ആ ഒരു സ്റ്റേജിൽ ഈ ഒരു 4 സ്റ്റേജിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ISRO ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.